നമ്മൾ സ്വകാര്യ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ തന്നെ ഇത് സ്വകാര്യ മേഖലയിൽ കൂടെ യുദ്ധവിമാനം നിർമ്മിക്കുന്നു. അത് ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്കാണോ? പരിപാടി ഉണ്ട്. എന്താണ് ഇത് പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് രാജ്യസുരക്ഷയുടെ പ്രശ്നമായതുകൊണ്ട് പരമാവധി ഈ സ്വകാര്യ കമ്പനികളെയോ വ്യക്തികളെയോ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പൊതുനയം. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി, കുറേ കൂടി കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇന്ത്യയുടെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്, HAL. അവർക്കിപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലിഭാരമുണ്ട്. നമ്മുടെ തേജസ് മാർക്ക് 1, മാർക്ക് 2 പരിപാടികൾ, പിന്നെ നിലവിൽ റഷ്യയുമായിട്ട് സഹകരിച്ച് നിർമ്മിക്കുന്ന സുഖോയ് 30 MKI അതിൻ്റെ അപ്ഗ്രഡേഷൻ. മനസ്സിലായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർമ്മാണശാലകളെല്ലാം തന്നെ ഹെക്ടിക് ഷെഡ്യൂൾ പിന്തുടരുകയാണ്. മനസ്സിലായി. അപ്പോൾ ഈ ഒരു ജോലിയും കൂടി പുതിയ വിമാനങ്ങൾ, അതായത് AMCA എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, AMCA 5th ജനറേഷനിൽപ്പെട്ട വിമാനം, 5ാം തലമുറ യുദ്ധവിമാനം, അതാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതും കൂടി ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഏൽപ്പിച്ചു കൊടുത്താലുള്ള കുഴപ്പം, സമയത്ത് ഇത് കിട്ടില്ല, പണി തീരില്ല, ജോലി തീരില്ല, സമയത്ത് കിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് പല പല സാങ്കേതിക കാരണങ്ങൾ. എന്താണ് ശരിക്കും ചെയ്യുന്നത്? ബ്രഹ്മോസ് ഇതുമായിട്ട് ബന്ധമില്ല, അത് മിസൈൽ, ഇത് വിമാനം, അത് DRDOയുടെ കീഴിലുള്ള മറ്റൊരു വിഭാഗമാണ്. അപ്പോൾ ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരെ വിശ്വസ്തരായ ആൾക്കാരാണ്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 5ാം തലമുറയിൽപ്പെട്ട വിമാനം അടിയന്തരമായി നമുക്ക് വേണ്ടതാണ്. അത് നീണ്ടു പോയാൽ അതിൻ്റെതായ എന്താ പറയുക അപകടം ആണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ചൈനയ്ക്ക് 5ാം തലമുറ വിമാനങ്ങളുണ്ട്. അവർ പാകിസ്ഥാൻ അത് കൈമാറാനും സന്നദ്ധരാണ്. മനസ്സിലായി. നിലവിൽ 5ാം തലമുറ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന 3 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് അമേരിക്കയ്ക്ക് F-22, F-35 വിമാനങ്ങൾ. ചൈന ഈ F-35 വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ അടിച്ചുമാറ്റി ചൈന J-20 എന്നും പറഞ്ഞ് അവരൊരു 5ാം തലമുറ വിമാനം ഇറക്കുന്നുണ്ട്. കൂടാതെ റഷ്യയുടെ കയ്യിൽ സുഖോയ് 57 എന്ന് പറയുന്ന ഒരു 5ാം തലമുറ വിമാനവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ചൈനയും പാകിസ്ഥാനും ഈ ഒരു ശ്രേണിയിലേക്ക് കടക്കുന്നത് കൊണ്ട് ഈ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ സമയവും സൗകര്യവും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 10-15 വർഷമെങ്കിലും ഡിലേ ഉണ്ടാകും. നമുക്ക് അത്ര വരെ കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യത്തിൽ സ്വകാര്യ സംരംഭകരെ തേടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക താല്പര്യ പത്രം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. 3 കമ്പനികളെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതൊന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, പിന്നെ L&T ബെൽ ഡൈനാമാറ്റിക് കൺസോർഷ്യം, പിന്നൊന്ന് ഭാരത് ഫോർജ്, BMML, ഡാറ്റ പാറ്റേൺസ്, ഇവരുടെ ഒരു കൺസോർഷ്യം. അങ്ങനെ ഈ 3 കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള പദ്ധതി. 5 പ്രോട്ടോടൈപ്പുകൾ, അത് 4 യഥാർത്ഥ വിമാനങ്ങളും 1 അത് ഈ പറക്കേണ്ട അവസ്ഥയിലല്ല, നിലത്ത് നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് സാങ്കേതിക പരിശോധനകൾ നടത്താൻ പറ്റുന്ന ഒരു ടൈപ്പുമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിർമ്മിക്കാൻ പോകുന്ന വിമാനത്തിൻ്റെ മാതൃക, അതാണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതൃക എന്തിനീ 4 ഉണ്ടാക്കുന്ന 1 പോരെ? അത് ഓക്കെ ആണെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഈ വിമാനങ്ങൾക്ക് നിരവധിയായ സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും. അപ്പോൾ ഒരു വിമാനം തന്നെ പല പരിശോധനകൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും സമയനഷ്ടമാണ്. അപ്പോൾ ഒരേപോലത്തെ 4 തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ പല ഘട്ടത്തിലുള്ള സാങ്കേതിക പരിശോധനകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒന്ന് അതിൻ്റെ പറക്കലുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അതിൻ്റെ വെപ്പൺ, ആയുധങ്ങൾ ഉപയോഗിക്കുന്ന, പിന്നെ റഡാർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് പരിശോധിക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 5ാം തലമുറയിൽപ്പെട്ട 2 എഞ്ചിനുള്ള ഒരു പൈലറ്റ്, ഒരാൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു വിമാനമാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് പ്രകാരമുള്ളൊരു വിമാനം നിർമ്മിക്കുമ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിന് 1500 കിലോഗ്രാം വരുന്ന ആയുധം അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ 5500 കിലോഗ്രാം ഭാരമുള്ള ആയുധം പുറമെ മിസൈൽ പോലുള്ള സംവിധാനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. കൂടാതെ 6500 കിലോ വരെ ഇന്ധനം വഹിക്കാനുള്ള ശേഷി ഉണ്ടാകണം. ഇതൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ വിമാനം 55,000 അടി ഉയരം വരെ
പറക്കാൻ ശേഷിയുള്ളതാകണം. ഇത്രയും വെച്ചുകൊണ്ട് അതെ. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്വകാര്യ കമ്പനികളെ സമീപിച്ചിരിക്കുന്നത്. അവരതനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ ഈ 3 കമ്പനികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ആരാണോ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഇത് കൊട്ടേഷൻ കോട്ട് ചെയ്യുന്നത് ആ ഘട്ടത്തിൽ അവരെ നമ്മൾ സെലക്ട് ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവരോട് ഈ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം 15,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏതാണ് കമ്പനി സെലക്ട് ആകുന്ന അവർക്ക് ഈ പൈസ കൊടുത്തിട്ട് നിങ്ങളോട് ഈ പറയുന്ന പറക്കുന്ന അവസ്ഥയിലുള്ള പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാനാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞതിലൊരു തെറ്റ് പറ്റി. 5 പ്രോട്ടോടൈപ്പുകൾ, 5ഉം പറക്കുന്ന അവസ്ഥയിൽ, ഒരെണ്ണം സ്ട്രക്ചറൽ ടെസ്റ്റ് എയർക്രാഫ്റ്റ്, മൊത്തം 6 എണ്ണമാണ് നിർമ്മിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആന്ധ്രയിലെ പുട്ടപ്പർത്തിയിൽ 650 ഏക്കർ വരുന്ന ഒരു ഗ്രീൻ ഫീൽഡ് ഫെസിലിറ്റി തയ്യാറാക്കുന്നത്. അവിടെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടക്കുക. ഈ പറയുന്ന 2025 നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള താല്പര്യപത്രം ക്ഷണിച്ചപ്പോൾ 7 കമ്പനികൾ വന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ പല ക്രൈറ്റീരിയ വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഈ 3 എണ്ണത്തിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് കമ്പനിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇവര് ഒരു മത്സരാധിഷ്ഠിതമായിട്ട് ഇതിനെ സമീപിക്കും. ടെൻഡർ വരുമ്പോൾ മാത്രമല്ല, അതിന്റെ നിർമ്മാണ പുരോഗതിയിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ ഏറ്റവും നല്ലത് തരാൻ. പിന്നെ ഈ പറയുന്ന ടാറ്റ ടെക്നോളജീസ് ആണെങ്കിലും ശരി, L&T ആണെങ്കിലും ശരി, ഈ ഭാരത് ഫോർജ് ആണെങ്കിലും ശരി, നിലവിൽ പ്രതിരോധ യുദ്ധ സാമഗ്രികൾ നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. വിമാനമല്ല, മറ്റ് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാര്യത്തിലുള്ള ഒരു വൈദഗ്ധ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയലാഭം, ഇവര് സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് അവര് കരാർ പാലിക്കാൻ നിർബന്ധിതമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ സാധനം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരമാവധി ഒരു 2-3 മാസത്തിനുള്ളിൽ ഇതിന്റെ ലേല നടപടികൾ പൂർത്തിയാക്കാനാണ് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 2027 ജനുവരി അല്ലെങ്കിൽ മാർച്ച് അപ്പോഴത്തേക്ക് ഈ പ്രോട്ടോടൈപ്പുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അത് ഹാൻഡ് ഓവർ ചെയ്യണം. 2028-2032 കാലയളവിൽ, ഏറ്റവും അടുത്ത് തന്നെ 2032 കാലയളവിൽ ഇതിന്റെ ആദ്യ പറക്കൽ നടന്നിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പൂർത്തിയായി ഇപ്പൊ 2027-28. ശരി. അപ്പോൾ ഇത് പിന്നെ എന്തുകൊണ്ട് ഈ സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ, 2029 പുതിയ ലോകസഭ ആരാണോ വരുന്നത് അവര്. അതെ. അപ്പൊ എന്തുകൊണ്ട് ഈ സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്നു വെച്ചാൽ, മറ്റൊരു പ്രബലമായ ഉത്തരം, നമുക്ക് നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ മാത്രമാണ് ആശ്രയിച്ചു പോകുന്നത്. ഒരു പ്ലാൻ ബി നമുക്കില്ല. മറ്റൊരു സാധ്യത കൂടി തേടേണ്ടത് പുതിയ ലോകക്രമത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി ഏറ്റവും നിർണായകമായ സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ AMCA എന്ന് പറയുന്ന വിമാനം നിർമ്മിക്കുന്നത് 2 എഞ്ചിനുകളും ഉള്ള ഒരാൾ പറത്തുന്ന തരത്തിലുള്ള വിമാനമാണ് നിർമ്മിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ അമേരിക്കൻ നിർമ്മിത GE414 എന്ന് പറയുന്ന വിമാന എഞ്ചിൻ വാങ്ങി അതാണ് ഈ പ്രോട്ടോടൈപ്പുകൾ ഉപയോഗിക്കുക. ആദ്യ 2 സ്ക്വാഡ്രണുകൾക്ക്, ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 18-20 വിമാനങ്ങളാണ്, ഏകദേശം ഒരു 40 വിമാനം കണക്കാക്കുക. ഈ വിമാനങ്ങൾക്ക് ഈ അമേരിക്കൻ നിർമ്മിത എഞ്ചിനുകളായിരിക്കും ഉപയോഗിക്കുക. ഇതിന് ശേഷം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വിമാന എഞ്ചിനുകൾ ഉപയോഗിക്കാൻ നമുക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യയിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് DRDOയുടെ കീഴിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് കമ്പനി ഈ പണി എടുക്കുമ്പോൾ നമ്മുടെ ഇത് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ GTRE ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ സ്വന്തമായിട്ട് വിമാന എഞ്ചിൻ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കാവേരി 2.0 എന്ന് പറയുന്ന ഒരു വിമാന എഞ്ചിൻ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. നമ്മുടെ ആവശ്യത്തിന് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഒരു വരുന്ന കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ സ്വന്തം എഞ്ചിൻ വരും. അപ്പം നിലവിൽ നമുക്ക് ഈ അമേരിക്കൻ എഞ്ചിനെ ആശ്രയിക്കാൻ പോയതുകൊണ്ടാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ വലിയ കാലതാമസം ഉണ്ടായത്. അപ്പോൾ ഇവിടെയും നമുക്ക് GEയെ നമ്പാനൊക്കില്ല. അവരുടെ എഞ്ചിനാണ്, പുതിയ തലമുറയിൽപ്പെട്ട എഞ്ചിനാണ് നമുക്ക് തരുന്നതെങ്കിൽ പോലും നമ്മൾ ഈ പ്രോട്ടോടൈപ്പുകൾക്കും ആദ്യ 2 സ്ക്വാഡ്രണുകൾക്ക് ശേഷം നമ്മൾ ഫ്രാൻസിൻ്റെ സഫറാൻ എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുമായിട്ട് നമ്മൾ ധാരണയായിട്ടുണ്ട്. അവർ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ GTREയുമായിട്ട് ടൈപ്പിൽ ഇവിടെ വിമാന എഞ്ചിനുകൾ നിർമ്മിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ തരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾക്കുള്ള പ്രത്യേകത.
അത് ഈ ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ആയിരിക്കണം. വേഗത ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിന്റെ എഞ്ചിന് അതിന് സുപ്രധാന റോളും ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സവിശേഷതകളുള്ള എഞ്ചിനായിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 5ാം തലമുറയിൽപ്പെട്ട വിമാനമായതുകൊണ്ട് തന്നെ ഒരു സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പോകാനായിട്ടുള്ള അങ്ങനെ ഇതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി, അതേപോലെ അതിന്റെ ഏവിയോണിക് സിസ്റ്റം, അതായത് അതിന്റെ അകത്തുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, പറക്കാനായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആയുധം അത് പരിശോധിക്കുക, പിന്നെ അതിന്റെ എഞ്ചിന്റെ പരിശോധന, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇത് സേനയുടെ ഭാഗമാക്കുക എന്നുള്ളത് കൂടിയുണ്ട്. പിന്നെ ഈ വിമാനത്തിൻ്റെ 5ാം തലമുറയിൽപ്പെട്ട വിമാനമായതുകൊണ്ട് തന്നെ സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതലും ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ പുറമേ കാണുന്ന തരത്തിലായിരിക്കും സജ്ജീകരിക്കുക. അകത്ത് സംഭരണം വളരെ കുറവായിരിക്കും. പക്ഷേ ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ വെപ്പൺ ബേ എന്ന് പറയും, അകത്ത് ആയുധങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള അറകൾ പ്രത്യേകം ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ വിമാനം സജ്ജീകരിക്കുന്നത്. ഏതായാലും ഒരു 5-6 വർഷം പരമാവധി അതിനുള്ളിൽ 5ാം തലമുറയിൽപ്പെട്ട വിമാനം 32 ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇനി എന്തുകൊണ്ട് ഇത് സ്വന്തമായി നിർമ്മിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് F-35 നമ്മൾ ചോദിക്കേണ്ട താമസം അവർ തരാൻ തയ്യാറാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് സുഖോയ് 57 വിമാനങ്ങളും ഇന്ത്യക്ക് തരാൻ അവർക്ക് പൂർണ്ണ സമ്മതമാണ്, സന്തോഷവുമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്കയുടെ വിമാനത്തിന് ഭയങ്കര വിലയാണ്. 5ാം തലമുറയിൽപ്പെട്ട ലോകത്തെ ഏറ്റവും വില പിടിച്ച വിമാനമാണ് F-35. പിന്നെ അതിന്റെ സാങ്കേതിക ക്ഷമതയിൽ നമുക്ക് വലിയ ആശങ്കയുമുണ്ട്. അത് അവർ അവിടുന്ന് വന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടി വരും. അതെ, അത് മാത്രമല്ല അതിന്റെ സോഴ്സ് കോഡൊക്കെ അവരുടെ കൈവശമായിരിക്കും. അവരുടെ നിയന്ത്രണത്തിലുള്ള സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വിജയിക്കണമെന്നില്ല. അതെ, ഇനി റഷ്യയുടെ സുഖോയ് 57 വാങ്ങുന്നെങ്കിലുള്ള കുഴപ്പം അവിടെയും ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ യഥാസമയം കിട്ടണമെന്നും ഉറപ്പില്ല. അപ്പോൾ ഇതിപ്പോൾ റഷ്യ നമുക്ക് കുറച്ചുകൂടി ഉദാരമായ വിലയ്ക്ക് തന്നാൽ പോലും അവരുടെ ലാഭവും കൂടി ചേർത്തായിരിക്കുമല്ലോ നമുക്ക് വിൽക്കുക. ഇപ്പം നമ്മളിവിടെ സ്വന്തമായി നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടി സാമ്പത്തിക ലാഭം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ടെക്നിക്കലായിട്ട് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ചൈനയെ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ അവരുടേതായ ചില ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചാരപ്പണി ചെയ്ത് അവരുടെ ടെക്നിക്കൊക്കെ അടിച്ചു മാറ്റുന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ടൊരു വിമാനമൊക്കെ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കുമ്പോൾ അത്തരം അപകട സാധ്യത കൂടി ഒഴിവാക്കി നിർത്താം. പിന്നെ സാമ്പത്തികമായ ലാഭമുണ്ട്. അപ്പോൾ ഇതും കൂടി കണക്കാക്കിക്കൊണ്ടാണ് സ്വകാര്യ മേഖലയിലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ചേട്ടൻ ചോദിച്ച് ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കാര്യം ഒരു കയറ്റുമതി സാധ്യതയും കൂടിയാണ്. ഈ പറയുന്ന വിമാനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ നിലവിൽ അങ്ങനെ തേജസ് യുദ്ധവിമാനങ്ങൾക്കടക്കം കയറ്റുമതി സാധ്യതകൾ ഇന്ത്യ തേടുന്നുണ്ട്. അപ്പോൾ അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇതും മുമ്പോട്ട് പോകുന്നത്.